ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ. ഞാനൊരു ടൈം ടേബിളിൻ്റെ ഒരു വീഡിയോ എടുത്ത് പോമോഡോറോ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബട്ട് ഒരു ഡേ ടു ഡേ ബേസിസിൽ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാം. അപ്പോൾ ഇനി ജെഇ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർക്ക് ദേ ഹാവ് ഓൺലി 6 more months അല്ലേ. ജെഇ സ്റ്റുഡൻസ് ആണെങ്കിൽ ദേ ഹാവ് ഗോട്ട് ഓൺലി 6 months ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് ദേ വിൽ ഗെറ്റ് ഓൾമോസ്റ്റ് ഒരു 11 months ഒക്കെ എന്തായാലും കിട്ടും. സോ ഫോർ നീറ്റ് കുട്ടികൾക്കാണെങ്കിലും 12 to നീറ്റ് ആണെങ്കിലും കീമാണെങ്കിലും നീറ്റിനാണെങ്കിലും കീമിനാണെങ്കിലും നമുക്ക് എത്രയാണ് ഒരു 12 months വിചാരിക്കാം. സോ ഫോർ ബോത്ത് ദീസ് പേഴ്സൺസ് നിങ്ങൾ ലാസ്റ്റ് ആകുമ്പോൾ ഫുള്ളായിട്ട് മോക്ക് ടെസ്റ്റിലേക്കൊക്കെ പോയാൽ മതി. ബട്ട് നൗ ഇവർക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജസ്റ്റ് ഒരു ഡേ ടു ഡേ ബേസിലുള്ള ഒരു ടൈം ടേബിളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളൊരു സ്റ്റിക്ക് ഓൺ ചെയ്തില്ലെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ സ്റ്റിക്ക് ഓൺ ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലെല്ലാം കവറപ്പായി പോകത്തില്ല. അപ്പോൾ സോ യു ഹാവ് ടു യൂട്ടിലൈസ് യുവർ ടൈം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇൻറ്ററാക്ഷൻസൊക്കെ ഇച്ചിരി ഒന്ന് കുറയ്ക്കുക. അതേപോലെ തന്നെ പറ്റുന്ന ഒരുപാട് എല്ലാ ഫങ്ഷൻസിനും ഒക്കെ ചാടിക്കയറി പോകാതെ മിനിമം അതൊക്കെ വീട്ടുകാരോട് തന്നെ പറയുക, ഞാനിപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മോസ്റ്റ് ഓഫ് ദം വിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. കുറച്ച് സമയം നിങ്ങളുടെ ലെഷർ ടൈമിനൊക്കെ വേണ്ടി നിങ്ങൾ ചിലവഴിക്കാൻ തന്നെ വേണം. ബട്ട് സ്റ്റിൽ ട്രൈ ടു യൂട്ടിലൈസ് മോസ്റ്റ് ഓഫ് യുവർ ടൈം ഇൻ എ ഡേ ഫോർ സ്റ്റഡി, അണ്ടർസ്റ്റാൻഡിങ്, തിങ്കിങ് അബൌട്ട് ദ ക്വസ്റ്റ്യൻസ്, അതൊക്കെ. ഓക്കെ. സോ രാവിലെ ഞാനൊരു നോർമലായിട്ട് പറയുകയാണ്. പിന്നെ ചിലർക്ക് ചിലപ്പോൾ ഈവനിങ്ങിൽ കുറേ നേരം ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് അതിരാവിലെ എഴുന്നേൽക്കുന്നതായിരിക്കും. ബട്ട് നോർമലായിട്ട് നമ്മൾ ഒരുപാട് ഒരു 12 o'clock രാത്രിക്ക് ശേഷം നമ്മൾ അധികം ഇരിക്കുന്നതും, അതുപോലെ തന്നെ രാവിലെ ഈ പറഞ്ഞ ഒരു 3 മണിക്കുമൊക്കെ മുന്നേ ആ 12 to 3 നിങ്ങൾക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടണം. അതാണ് നമ്മുടെ ബോഡിക്ക്. നമ്മൾ ഔൾസൊന്നും അല്ലല്ലോ. നമ്മളൊക്കെ മീൻസ് ഫോർ ഹ്യൂമൻ ബീങ്സ് നമ്മൾ ഡേ ടൈമിൽ ഉണർന്നിരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അങ്ങനെയാണ്. സോ രാത്രി നന്നായി ഉറങ്ങിയില്ലെങ്കിൽ നമ്മളുടെ ഇൻസൈഡ് ഡൈജഷൻ ഒന്നും പ്രോപ്പറായിട്ട് നടക്കത്തില്ല. രാവിലെ പലർക്കും ക്ഷീണം വരുന്നതുമൊക്കെ പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങുക, എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് നമ്മുടെ ഡൈജഷനും ബോഡിയിലുള്ള ഫോർ നീറ്റ് കുട്ടികൾക്ക് ഇതെല്ലാം ഓൾറെഡി അറിയായിരിക്കും. നമ്മുടെ ബോഡിയിലുള്ള ഫങ്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് റിപ്പയർ എല്ലാം നടക്കുക രാത്രിയിലാണ്. സോ രാത്രി കുറേ നേരം ഇരിക്കുന്നവർ കൂടുതൽ സമയവും പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചാനൽ നോക്കി അല്ലെങ്കിൽ ഷോർട്സ് നോക്കി അങ്ങനെ പോവും, ഇൻസ്റ്റാഗ്രാം നോക്കി അങ്ങനെ കുറേ സമയം പോകും. കാരണം ഒരു അനക്കമില്ലല്ലോ, നമ്മൾ അങ്ങനെ പോയി പോകും. അതുകൊണ്ട് നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് രാത്രി പഠിക്കാൻ പറ്റുമെങ്കിൽ യു സ്പെൻഡ് മോർ ദ ടൈം അറ്റ് ദാറ്റ്. അതിൽ നോർമലായിട്ടുള്ള ഒരാളുടെ ഒരു ടൈം ടേബിൾ ഞാൻ ആദ്യം പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു 6 മണി 5:30 എഴുന്നേൽക്കുവാണെങ്കിൽ യു വിൽ ഗെറ്റ് നമ്മളുടെ ഒരു വർക്കിംഗ് ഡേയ്സിൽ 4 വർക്കിംഗ് ഡേയ്സ് നമുക്ക് കോളേജിൽ പോകേണ്ട ദിവസം സ്കൂൾ ഡേയ്സിൽ, വർക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, വർക്കിംഗ് ഞങ്ങൾക്കുള്ളതാണ്. അപ്പോൾ സ്കൂളുള്ള ദിവസങ്ങളിൽ നമ്മളുടെ ടൈം ടേബിൾ എങ്ങനെയായിരിക്കും സ്കൂൾ ഡേയ്സ്. പിന്നെ വീക്കെൻഡിലോ അങ്ങനെ നമുക്ക് വേറെ എടുക്കാം. സ്കൂൾ ഡേയ്സിൽ രാവിലെ നമുക്കൊരു 6 to 7, 7 to 8 ഈ 2 hours ഒരുമാതിരി എല്ലാവർക്കും കിട്ടുന്ന അവേഴ്സ് തന്നെയാണ്. അത് നമുക്കൊരു 4 പോമോഡോറോ ആയിട്ട് തിരിക്കാം. അതായത് 6 to 6:25 നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ ഒരു 6:30 തൊട്ട് യു വിൽ ഗെറ്റ് 7, പിന്നെ 7 വേണ്ട 6:55 വരെ ഒരു പോമോഡോറോ വെച്ച് ചെയ്താൽ മതി. പിന്നെ 7 മണി തൊട്ട് ഒരു 7:25, പിന്നെ ഒരു 7:30 തൊട്ട് യു വിൽ ഗെറ്റ് അപ് ടു 7:55. ഇങ്ങനെ ഒരു 4 പോമോഡോറോ. എന്തായാലും കുട്ടികൾക്ക് 8 മണി കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്കൂളിൽ പോകേണ്ട ടൈം. ഒരു 9 o'clock പോയാൽ മതിയായിരിക്കും പലർക്കും, 8:30, 9 o'clock. അപ്പോൾ നമ്മളുടെ ബാക്കിയുള്ള ടൈമിന് മിനിമം ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം യു ഹാവ് ടു സ്പെൻഡ് ഫോർ സ്റ്റഡീസ്. അപ്പോൾ ഇത് ഒരു 25 minutes പഠിക്കുക, 5 minutes ഒരു ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നടക്കാം, നിങ്ങളുടെ ബാഗൊക്കെ പാക്ക് ചെയ്യാം. സോ ഇരുന്നുള്ള പണിയായിരിക്കരുത്, ഒന്ന് ഓടിച്ചാടി നമ്മുടെ ബോഡിക്ക് ഒരു അല്പം മൂവ്മെൻറ്റ് കിട്ടണം. അപ്പോൾ രാവിലെ നമുക്ക് 4 പോമോഡോറോ കിട്ടും. അതേപോലെ തന്നെ വൈകുന്നേരവും നിങ്ങൾ സ്കൂളിൽ എത്തിക്കഴിയുമ്പം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇൻ ബിറ്റ്വീൻ ടൈം നമ്മൾ സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നു. സോ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ തന്നെ ഒരു 6 to 7, 7 to 8 ഈ പോമോഡോറോ ആക്കിക്കോണം. 8 to 9, 9 to 10 ഈ 4 hours എന്തായാലും നമുക്ക് കിട്ടും. ഇവിടെ ഒരു 2 hours
ഇതൊരു 4 hours. ഇത്രയും സമയം നിങ്ങൾ എന്തായാലും സ്കൂളുള്ള ദിവസം, നമ്മൾ സ്കൂളുള്ള ദിവസം നമ്മളായിരിക്കും സ്കൂളിൽ ഞാൻ പഠിക്കുന്നുണ്ടല്ലോ, സ്കൂളിലൊന്നും പഠിക്കുന്നില്ല, സ്കൂളിൽ പഠിപ്പിക്കുന്നതേ ഉള്ളൂ ടീച്ചേഴ്സ്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായി മനസ്സിലാക്കി നമ്മളുടെ പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. നമ്മൾ സ്വന്തമായി എന്തുമാത്രം പഠിക്കുന്നു എന്നുള്ളതാണ് പഠിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ക്ലാസ്സിൽ ഇത്ര നേരം കേട്ടു അല്ലെങ്കിൽ ഞാൻ ഇത്ര വാച്ച് അവേഴ്സ് വീഡിയോ വാച്ച് ചെയ്തു അതുകൊണ്ടൊന്നും നമ്മൾ പഠിക്കത്തില്ല. ഇഫ് യു ആർ ഡൂയിങ് ദ പ്രോബ്ലം ദെൻ ഇറ്റ്സ് ഓക്കെ. ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ അതിനകത്ത് എഴുതുന്നുണ്ട്, നിങ്ങൾ സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതർവൈസ് വെറുതെ കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഈ സ്റ്റഡിങ്ങിൽ പെടുത്താൻ പറ്റില്ല. അത് ഓക്കെ, ദാറ്റ് യു ആർ ലേണിംഗ്, ദാറ്റ് യു ആർ ഹിയറിംഗ്, ദാറ്റ്സ് ഓക്കെ. ബട്ട് ദീസ് ഈസ് ഇറ്റ്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഈ പറഞ്ഞ മാതിരി സ്കൂളിലുള്ള ദിവസം ഒരു 6 hours എങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. സോ ദിസ് ഈസ് എ വേ. ഇനി ചില കുട്ടികൾക്ക് ചിലപ്പം ഈ 10 തൊട്ട് 12 വരെ ഇരിക്കാൻ പറ്റുമെങ്കിൽ യു ക്യാൻ പുട്ട് ഓൾ ദീസ് ടൈം ഹിയർ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ വേണമെങ്കിൽ 10 തൊട്ട് 11, 11 തൊട്ട് 12 വരെ ഈ ടൈമിൽ എടുക്കാം. അന്നേരം അവർ രാവിലെ പഠിക്കാൻ സമയമില്ലാത്ത കുട്ടികൾ കാണും, അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ ഇഷ്ടമില്ലാത്ത, രാവിലെ 8 മണിക്കൊക്കെ എഴുന്നേക്കുന്നുള്ള കുട്ടികൾക്ക് രാവിലെ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ടൈം കിട്ടില്ല. സോ ദിസ് വേ, ഈ ഒരു സമയം അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ യുവർ 6 hours ഈസ് ഓക്കെ ഹിയർ. ബട്ട് ബെറ്റർ നിങ്ങളിങ്ങനെ സ്പ്ലിറ്റപ്പ് ആക്കി പഠിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് യുവർ നിങ്ങളുടെ ബോഡിക്കും നല്ല റിലാക്സേഷൻ കിട്ടും. ഈ സമയത്ത് നിങ്ങൾ മൊബൈലും മാക്സിമം ബ്ലൂ ലൈറ്റ് കണ്ണിലൊന്നും അടിക്കാതെ, കാരണം കുറേ നേരം കണ്ണിലടിച്ചാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. സോ ബെറ്റർ ഒരു 10 മണിക്ക് മുമ്പേ ആയിട്ട് തന്നെ നിങ്ങൾ ആ പരിപാടികളൊക്കെ കഴിയുവാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാനും പറ്റും, യു വിൽ ഗെറ്റ് ഫ്രഷ് ആയിട്ട് എഴുന്നേക്കാനും പറ്റും. സോ ദിസ് ഈസ് എ ഡീറ്റെയിൽ ടൈം ടേബിൾ നമുക്ക് പറയാം. ഇതിനെ നിങ്ങൾ സ്പ്ലിറ്റപ്പ് ചെയ്യുക. എന്നിട്ട് ആദ്യം നിങ്ങളിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുക, സ്കൂളിൽ കുറച്ച് ടോപ്പിക്സ് ഒക്കെ എന്തായാലും പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കുറച്ചൊക്കെ കേട്ട ഒരു ഐഡിയ ഉണ്ടാവും. സോ ബെറ്റർ ഈ പഠിപ്പിച്ച സാധനങ്ങൾ നമ്മൾ 2 പോമോഡോറായിട്ട് ഫിസിക്സ് ഏതാണ് നിങ്ങൾക്ക്, ദിസ് വൺ ഈസ് ഫോർ കെമിസ്ട്രി ആൻഡ് ദിസ് ഈസ് ഫോർ, ഈ 2 hours നിങ്ങളുടെ മാത്സ് ഓർ ബയോളജിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. ബയോമാക്സ് ആണെങ്കിൽ അങ്ങനെ, ബയോമാക്സ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങളിപ്പോൾ ഏതാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. ബയോമാക്സ് ആണെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ ഹാഫ് ആയിട്ട് എടുത്തേ പറ്റും, വേറെ വഴിയൊന്നുമില്ല. സോ ഫിസിക്സ്, കാരണം മാത്സ് അല്ലെങ്കിൽ ബയോളജിക്ക് നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ബയോളജി ഒരുപാട് വായിക്കാനുണ്ട്, എഴുതാനുണ്ട്. പക്ഷെ കവർ ഫിസിക്സിൻ്റെ ഒരു 10 പേജ് അല്ല ഫിസിക്സിൻ്റെ ഒരു 2 പേജ് കവർ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ബയോളജിയുടെ നമുക്കൊരു 10 പേജ് കവർ ചെയ്യാൻ പറ്റും. ബട്ട് ബയോളജിക്ക് അത്രമാത്രം കാര്യങ്ങൾ പഠിക്കാനും ബൈഹാർട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് വെരി ടഫ് ഓൾസോ ഫോർ നീറ്റ് കുട്ടികൾക്ക്. മാത്സ് ആണെങ്കിലും അതുപോലെ തന്നെ, മാത്സ് കുട്ടികളാണെങ്കിലും നമുക്ക് 1 മണിക്കൂർ കൊണ്ടൊന്നും ഓരോരോ പ്രോബ്ലംസും കുറേ കാര്യങ്ങൾ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ 400 500 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചേ പറ്റൂ ഫോർ ദ എൻറ്റയർ ഇയർ. അപ്പോൾ അതുകൊണ്ട് കുറേ മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും നിങ്ങൾ എഴുതി പഠിക്കണം, ചെയ്ത് പഠിക്കണം. നോക്കി പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇതുപോലെ റഫ് ബുക്ക് റഫ് പേപ്പറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ ചെയ്യുന്നത്, ഒരു നോട്ട്ബുക്ക് വേറെ വെക്കൽ, ഡയറിയോ എന്തെങ്കിലും വെച്ചിട്ട് മെയിൻ പോയിൻറ്റ്സ് നമ്മളിപ്പോൾ വായിക്കുമ്പോൾ ഒരു കാര്യം വായിച്ചു, ഇലക്ട്രോസ്റ്റാറ്റിക് വായിച്ചു, അപ്പോൾ അതിനകത്ത് ഞാൻ ഈ പഠിച്ചതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക, അതങ്ങോട്ട് എഴുതി വയ്ക്കുക. അത് അതേമാതിരി ജസ്റ്റ് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഇംഗ്ലീഷും മലയാളം ഇടകലർത്തിയോ വാട്ടെവർ വേ, നിങ്ങൾക്കൊന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ അന്നേരം പഠിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോകും. സോ ഫോർ റിവിഷൻ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ നേരം നിങ്ങളുടെ മനസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ഇക്വേഷൻസ് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, പിന്നെ നമ്മുടെ എപ്സിലോൺ, മറ്റേ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്, അങ്ങനെയുള്ള പേരുകൾക്ക് നമ്മൾ മറന്നു പോയിരിക്കാണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഒരുപാട് എഫേർട്ടൊന്നും എടുക്കണ്ട, ബട്ട് സ്റ്റിൽ ഒന്ന് നോട്ട് ചെയ്യുക അതൊക്കെ. എന്നിട്ട് ബാക്കിയെല്ലാം ചെയ്ത് പഠിക്കുന്നു. അപ്പോൾ സ്കൂൾ വിട്ട് വന്ന് അപ്പം തന്നെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾക്കത് മനസ്സിലാങ്ങിയിരിക്കും. ദെൻ നിങ്ങൾ ഈ സാധനങ്ങൾ ഇപ്പം രാത്രി പഠിച്ചല്ലോ, ഈ പഠിച്ച കാര്യങ്ങൾ രാവിലെ ഒന്ന് റിവൈസ് ചെയ്യുക. രാവിലത്തെ ഈ പോമോഡോറയിൽ ഈ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ അത് മനസ്സിലങ്ങിരുന്നോളും. ഇപ്പം നമ്മൾ പഠിച്ചു, നമ്മൾ നോട്ട്സ് ഉണ്ടാക്കി വെച്ചു, ഒക്കെ കുഞ്ഞു ടോപ്പിക് ആണെങ്കിൽ അത് പഠിച്ചു നോട്ട്സ് ഉണ്ടാക്കി വെച്ച് നമ്മളിതങ്ങ് ചെയ്യുക. ഓക്കെ, ദാറ്റ് വിൽ ബി ഈസി. പിന്നെ നമുക്ക് കിട്ടുന്ന, നമ്മളിപ്പോൾ സ്കൂളിലോ ഇൻ ബിറ്റ്വീൻ നമുക്ക് എപ്പോഴെങ്കിലും വേറെ സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ ആ സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ്, അല്ലെങ്കിൽ മാത്സ് നമ്മൾ ചെയ്യുക. ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ PYQs എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി PYQs കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതും അതുപോലെ തന്നെ മാത്സ്, ബയോ, പിന്നെ നിങ്ങൾക്ക് ബാക്കി ഇത് നമ്മുടെ ഒരു യൂഷ്വൽ സ്കൂളിലെ ടൈമിൽ, ഇപ്പോൾ സ്കൂളിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബുക്സോ അല്ലെങ്കിൽ ഈ PYQs ഉള്ള എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങളുടെ തന്നെ പ്രിപ്പയർ ചെയ്ത നോട്ട്സൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ടൈമിൽ നമുക്കതൊന്നും
റെഫർ ചെയ്യാൻ പറ്റും. ഈവൻ ക്വസ്റ്റ്യൻസ് എന്തായാലും ബ്രേക്ക് ടൈം ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവർ സാർ ഉണ്ടാവില്ല, ക്ലാസ് ഉണ്ടാവില്ല, ആ സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർക്കുക, അതൊക്കെ നമുക്ക് ഇൻ ബിറ്റ്വീൻ സ്കൂൾ ടൈമിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ എൻറ്റയർ ഇനിയുള്ള ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 6 months ഇറ്റ്സ് എ ക്രൂഷ്യൽ ടൈം ഫോർ യു. അപ്പോൾ നിങ്ങൾ മാക്സിമം എത്രമാത്രം ടൈം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ റാങ്ക്. അപ്പോൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും നമുക്കും പറ്റും നമ്മൾ എന്തെങ്കിലുമൊക്കെ വേറെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോകാം, ബട്ട് സ്റ്റിൽ ട്രൈ ടു സ്റ്റിക്ക് ഓൺ ദിസ് ടൈം ടേബിൾ. ഇനി നമ്മൾ ദിസ് ഈസ് ഫോർ നമ്മൾ സ്കൂളിൽ പോകുന്ന ദിവസത്തെയാണ്. ഇനി നമ്മളുടെ എന്താവും, നമ്മൾ ഇനി വീക്കെൻഡ്സ് എന്ന് പറയുമ്പം നമുക്ക് സ്കൂളില്ലാത്ത ദിവസം അല്ലെങ്കിൽ വീക്കെൻഡ്സ് ഓർ ഹോളിഡേയ്സ്. അപ്പം ഈ പൈസയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൈസയാണെങ്കിലും ടൈം ആണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ആൾക്കാർ അടിച്ചുകൊണ്ട് പോകും. നമ്മൾ വിചാരിക്കും നമുക്ക് ഒരുപാടുണ്ടെന്ന്, ബട്ട് ആരെങ്കിലും വരും, നമ്മളെ വിളിക്കും, നമ്മൾ അവരുടെ കൂടെ പോയി പോകും. ബട്ട് നമുക്ക് നമ്മുടെ ലൈഫിലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ വിൽ സ്റ്റിക്ക് ഓൺ ടു അവർ പ്ലാൻ വിച്ച് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ അസ്, അല്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി നമുക്ക് പോകേണ്ടി വരും. നമ്മളിൽ ഒരുപാട് പൈസ കിട്ടി, പക്ഷേ ഇത് എന്ത് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല. നമ്മൾ മണിയെക്കുറിച്ച് നമുക്ക് പ്രോപ്പർ പ്ലാനിങ് വേണം. കാരണം ഏത് സമയത്താണ് നമ്മളുടെ കയ്യിൽ ഒരു ഹ്യൂജ് സം ഓഫ് മണി വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെനിക്ക് ഫ്രീ ആയി കിട്ടിയതല്ലേ, ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ, എനിക്ക് ഫ്രീ ആയി കിട്ടിയല്ലേ ഫ്രീ ആയി ഉപയോഗിക്കാം. അങ്ങനെയല്ല. പൈസയാണെങ്കിലും മണിയാണെങ്കിലും എപ്പോൾ കിട്ടിയാലും എങ്ങനെ കിട്ടിയാലും യു ഷുഡ് ഹാവ് എ പ്ലാൻ ഫോർ യൂട്ടിലൈസിങ്. അതിന് നമ്മളുടെ നമുക്ക് അറിയാൻ പറ്റത്തില്ല എപ്പോഴാണ് കിട്ടും. ചിലപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഹോളിഡേ പ്രഖ്യാപിക്കുക, ഇന്ന് ഹോളിഡേ അല്ല, എൻ്റെ പ്ലാനൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഓടിപ്പോവാം, ഞാൻ ഇന്ന് എന്തെങ്കിലും ടൂർ പ്ലാൻ ചെയ്യാം, അല്ലെ എവിടെയെങ്കിലും കറങ്ങാൻ പോകാം. അങ്ങനെ ആവരുത്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എപ്പോൾ ഒരു ഫ്രീ ടൈം, എപ്പോൾ ഒരു ഫ്രീ ഡേ ഫുള്ളായിട്ട് കിട്ടിയാൽ പോലും ദാറ്റ് യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ആസ് നിങ്ങളൊരു വീക്കെൻഡ് ആയിട്ടോ ഒരു ഹോളിഡേ ആയിട്ടോ കൺസിഡർ ചെയ്ത് അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കണം, അത്രയും സമയം പഠിക്കാൻ നോക്കണം. സ്കൂൾ ഡേയ്സിൽ സ്കൂളിൽ തന്നെ പോവുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചിലപ്പം ഈ സ്കൂളിൽ തന്നെ പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒക്കെ മുഴുവൻ ഓരോരോ ഫംഗ്ഷൻസ് ആയിരിക്കും. യൂത്ത് ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ നിങ്ങൾ എത്ര വലിയ ഡാൻസറാണെങ്കിലും എത്ര വലിയ പാട്ടുകാരാണെങ്കിലും ബെറ്റർ ടു അവോയ്ഡ് സച്ച് തിങ്സ്. എന്നിട്ട് അത് നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുക, എന്നിട്ട് നമ്മളുടെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റിക്ക് ഓൺ ചെയ്യുക. കാരണം ഇനി 1 more ഇയറേ ഉള്ളൂ. ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ഫോർ യു പീപ്പിൾ. അപ്പോൾ വീക്കെൻഡ്സിൽ നമ്മൾ ഇതുപോലെ തന്നെ എഴുന്നേക്കാൻ പറ്റുന്ന ഒരു 6 to 8 ടൈം നമ്മൾ 2 hours രാവിലെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഈവനിങ് ടൈം 6 to 10 എന്നുള്ള 4 hours നമ്മൾ പഠിക്കാൻ വേണ്ടി തന്നെ വിനിയോഗിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു 10 to നിങ്ങൾക്ക് 3 മണിക്കൂറാണ് 10, 11, 12, 1, 10 to 1 എന്ന് പറയുന്നത് നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു PYQ നിങ്ങൾ ഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ PYQs ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ടു ഫോളോ PYQs തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതാകുമ്പോൾ ഒരു റിയൽ എക്സാമിൻ്റെ, അപ്പോൾ റിയൽ എക്സാമിന് ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങളൊരു സ്ഥലത്ത് ഇരിക്കുക, 3 hour ടൈം സെറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പം ഈ പറയുന്ന മാതിരി 3 hour നമ്മൾ ഇരിക്കുമ്പം നിങ്ങൾ ഫസ്റ്റ് നിങ്ങളിപ്പം ഓൾറെഡി ഫോർ JEEക്കൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ ക്ലാസ്സസ് ഒക്കെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ടാവും, മുഴുവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇത്രയും സമയമൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ യു വിൽ ഗെറ്റ്, നിങ്ങൾക്ക് എല്ലാം ഒന്നും പഠിപ്പിച്ചിട്ടും കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും ഒരു 10 തൊട്ടൊരു 11:30 ആകുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം അതിൻ്റെ ഡിസ്കഷൻ നോക്കുക till 1. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കാത്ത പോർഷൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് പിന്നെയും പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. നമ്മുടെ ഇതൊക്കെ എനിക്കിനി വരുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാത്ത ടോപ്പിക്കോ ഇതിൽ നിന്നൊക്കെ വന്നല്ലോ, അപ്പോൾ നമുക്ക് പിന്നെ റിവിഷൻ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി വരും. ബാക്കിയുള്ള നമ്മുടെ 6 to 10 hours നമ്മൾ ഇപ്പം മാത്രമേ നമുക്ക് ഈ അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഇത് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ളപ്പം ഈ സമയത്ത് നമുക്ക് അറിയാത്തത് സാറ്റർഡേ സൺഡേസിൽ ആ ദിവസങ്ങളിൽ നമുക്ക് ഈ നമ്മൾ ഇതുവരെ പഠിച്ചത്, പിന്നെ കീം കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 11th ടോപ്പിക്സും ഓൾമോസ്റ്റ് ഈക്വൽ പെർസെൻറ്റേജിൽ തന്നെ വരുന്നുണ്ട്. ഫിസിക്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് എന്തൊക്കെ സാധനങ്ങൾ 11th പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ മിക്കവാറും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. സോ അത് നിങ്ങൾ റിഫ്രഷ് ചെയ്യുക. ഓരോരോ ചാപ്റ്ററായിട്ട് വീക്കെൻഡ്സിൽ ഈ പറഞ്ഞ 6 ഫിസിക്സിൻ്റെ, അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ, അതുപോലെ തന്നെ മാത്സ് അല്ലെങ്കിൽ ബയോയുടെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യാനും കൂടെ ടൈമാണ്. കാരണം നമ്മൾ റെഗുലർ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് 12th ടോപ്പിക്സ് മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല ഇത് നമുക്ക് റെഫർ ചെയ്യാനായിട്ട്. അപ്പം പോയിട്ട് ആ വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ വെനെവർ യു ആർ ഗെറ്റിംഗ് എ ഹോളിഡേ, അതായത് ഞാൻ പറഞ്ഞല്ലോ സ്കൂളിൽ ഇങ്ങനെ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ ബെറ്റർ ടു അവോയ്ഡ് സച്ച് തിങ്സ്. ഈ ഒരു കാര്യത്തിലേക്ക് ഈ ഒരു 6 months അല്ലെങ്കിൽ 1 year നിങ്ങൾ മാക്സിമം പഠനത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഒരു മടി ഉണ്ടാവും PYQs ഒക്കെ ചെയ്യണം. ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നിങ്ങളൊരു PYQസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നു, എവിടെ നിൽക്കുന്നു. പഠിക്കാൻ ആർക്കും പറ്റും, പഠിച്ചുകൊണ്ടേ ഇരിക്കാം, സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ബട്ട്
റിയൽ ആയിട്ട് ഒരു എക്സാം ഫേസ് ചെയ്യുന്ന സമയത്ത് ഒരു 3 അവർ നിങ്ങൾ ഇരിക്കുക. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ 1 അവർ. അതേപോലെ തന്നെ ഇത് 1 മോക്ക് മീൻസ് സെക്കൻഡ് മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് PYQ എന്ന് പറയുന്നത് അടുത്ത ഒരു 2 മണി തൊട്ട് 3, 4, 5 മണി വരെയുള്ള ടൈമിൽ നിങ്ങൾ അടുത്ത PYQ ചെയ്യുക. അങ്ങനെ എല്ലാ വീക്കെൻഡ്സിൽ ഏത് ദിവസം നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്നു, അൺനെസസറി സ്കൂളിൽ വല്ലതായിട്ട് പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഹാഫ് ഡേ ഉള്ളൂ, സ്കൂളിലൊരു ഹാഫ് ഡേ ഉള്ളെങ്കിൽ യു വിൽ കം ലിറ്റിൽ ബിറ്റ് ഇയർലി, അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ടൈം കിട്ടും. സോ വാട്ട് എവർ മേ ബി അങ്ങനെയുള്ള ദിവസങ്ങളിൽ യു ക്യാൻ സ്കിപ്പ് ദാറ്റ് സ്കൂൾ. അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല, ബട്ട് ഇഫ് നിങ്ങൾക്ക് തോന്നുകയാണ് കാര്യമായിട്ടൊന്നും പഠിപ്പിക്കാത്ത ദിവസങ്ങളാണെങ്കിൽ യു ഇൻഫോം യുവർ ക്ലാസ് ടീച്ചർ, എന്നിട്ട് സ്കിപ്പ് ചെയ്തിട്ട് ഫുള്ളായിട്ട് നമുക്കൊരു ദിവസം കിട്ടും. ഈ ദിവസം ഈസ് ഫുള്ളി ഫോർ അവർ റിവിഷൻ. അതേപോലെ തന്നെ ഈ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇത് 2 PYQs നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അവധി ദിവസങ്ങൾ, സാറ്റർഡേയ്സ് ഓർ സൺഡേയ്സ് ഓർ വെനെവർ യു ഗെറ്റ് എ ഹോളിഡേ, ഈ ദിവസങ്ങളിൽ ഈ PYQs ഉറപ്പായിട്ട് ചെയ്യണം. അല്ലാത്ത ദിവസം നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതും ഒരു 1 അവർ അല്ലെങ്കിൽ 1.5 hours കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത് കഴിയും. ബാക്കിയുള്ള സമയം അത് റിവിഷൻ, ആ ചെയ്തതിൽ എവിടേക്കാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നത് അതൊന്നുകൂടെ ഒന്ന് ഗോ ബാക്ക് ടു ദാറ്റ് ടോപ്പിക് പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത എന്തെങ്കിലും ടോപ്പിക് ഇതിനകത്തൊന്ന് വരും, അതെല്ലാം നമ്മൾ അന്നത്തെ ദിവസം വൈകുന്നേരം ഈ 6 to 10 ടൈമിൽ നമ്മൾ അറിയാത്ത അൺനോൺ ടോപ്പിക്സ്, നമുക്ക് ഒട്ടും മനസ്സിലാവാത്ത അറിയാത്ത കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ഈ 4 hours നമുക്ക് വിനിയോഗിക്കാം. ദാറ്റ് ഡിപ്പെൻസ് ഓൺ ഓരോ സബ്ജക്റ്റ്. ഫിസിക്സ് ഇതേമാതിരി തന്നെ 6 to 7, 7 to 8 കെമിസ്ട്രി, ബാക്കിയുള്ള 8 to 10 എന്ന് പറഞ്ഞാൽ മാത്സ്. അല്ലെങ്കിൽ ഞാൻ ഈ 8 to 10 മാത്സ് വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം ചിലപ്പോൾ ഉറക്കം വരും. ഇപ്പോൾ മാത്സ് ആകുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഉറക്കം വരത്തില്ല, നമ്മളങ്ങ് ചെയ്തുകൊണ്ടിരുന്നോളൂ. ബട്ട് ഫിസിക്സ് ഒക്കെയാണ് നമ്മൾ അവിടെയെങ്കിൽ അപ്പോൾ തന്നെ അടച്ചു വെച്ചിട്ടങ്ങ് പോകും. ഫസ്റ്റ് തന്നെ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ അങ്ങനെ ടഫായിട്ടുള്ളതാണ് കുട്ടികൾക്ക്. ബാക്കി കുറച്ച് ഫിസിക്സ് എന്ന് പറയുന്നത് കെമിസ്ട്രി ഈസ് കമ്പാരിറ്റീവ്ലി ഓക്കെ. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കെമിസ്ട്രി. സോ ഇതായിരിക്കണം നിങ്ങളുടെ ഒരു വീക്കെൻഡിൽ. സ്വന്തമായിട്ട് ഒരു പ്ലാൻ ഉള്ളവർ ഇറ്റ്സ് ഓക്കെ. സ്വന്തമായിട്ട് അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാത്തവർക്ക് യു ക്യാൻ ഫോളോ ദിസ് തിങ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ യു ക്യാൻ പുട്ട് ദാറ്റ് 2 hours ഹിയർ, അതല്ലെങ്കിൽ അത്. പിന്നെ ഒരു കാര്യം ഓർത്തോണം, നമ്മളിപ്പോൾ 12th ആകുമ്പോൾ നമുക്ക് കുറച്ച് സമയം നമ്മളുടെ ലാബിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മളുടെ റെക്കോർഡ് എഴുതാനും ഒക്കെ ടൈം വേണം. അതൊക്കെ നിങ്ങൾ ഇൻ ബിറ്റ്വീൻ സമയത്ത് ഇതല്ലാത്ത സമയത്ത് കണ്ടെത്തിക്കോളൂ. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി എ ഡീറ്റെയിൽഡ് പ്ലാൻ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഏതെങ്കിലും ഒരു പ്ലാൻ, ഇപ്പോൾ ഇതൊന്നും അല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേറൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ 1 year നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ആരുടെയും കല്യാണമുണ്ട്, പിന്നെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെയുള്ള അൺനെസസറി നമ്മളുടെ സോഷ്യൽ മീഡിയ ഇച്ചിരി കുറയ്ക്കുക. ഓക്കെ, സോഷ്യൽ മീഡിയ കുറയ്ക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഒരു സോഷ്യൽ ഫങ്ഷൻസ് കുറച്ച് കുറയ്ക്കുക. പിന്നെയുള്ളത് നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി ശ്വാസം വിടുക, ഇച്ചിരി ഒന്ന് ഓടുക, ഒരുപാടൊന്നും വേണമെന്നില്ല, അതെന്തായാലും ചെയ്യുക. ഇത് ഡൂസ് ആണ്, ഇത് ഡോൺസ് ആണ് കേട്ടോ. ദിസ് ഈസ് ഡൂസ്. പിന്നെ നിങ്ങളെ പറഞ്ഞ ഒരു ഫുഡ് ലൈറ്റ് ഫുഡ് ആക്കുക, വയറ് നിറച്ച് കഴിക്കുക. ബട്ട് ഹെവി ഓയിൽ അതുപോലെ തന്നെ നോൺ വെജ് ഒരുപാടൊക്കെ കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇച്ചിരി കുറയ്ക്കുക, വറുത്തതും പൊരിച്ചതും കുറയ്ക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഡൈജഷൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും, നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനുള്ള ഒരു ഉന്മേഷം കിട്ടും. ട്രൈ ടു ഇൻക്ലൂഡ് കുറച്ച് ഫ്രൂട്ട് ജ്യൂസ്. ഇപ്പം ഓറഞ്ചിൻ്റെയൊക്കെ സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു, എന്നാലും ഓറഞ്ച് ജ്യൂസൊക്കെ പെട്ടെന്ന് റിഫ്രഷിംഗ് ആണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ജ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ പഴം അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യും, നമുക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരത്തില്ല, നന്നായിട്ട് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നട്ട്സൊക്കെ കുതിർത്ത് കഴിക്കുക, തലേദിവസം വെള്ളത്തിലിട്ടിട്ട് രാവിലെ എടുത്ത് കഴിക്കുക, ഉണക്കമുന്തിരിങ്ങ. സോ ഓൾ ദീസ് തിങ്സ് വിൽ ഇൻക്രീസ് യുവർ, നമുക്ക് കുറച്ചുകൂടെ ഉന്മേഷത്തോടെ പഠിക്കാനൊക്കെ ഇരിക്കാൻ പറ്റും. അപ്പം ഡീപ്പ് ഫ്രൈഡും അതുപോലെ തന്നെ ഹെവി പഴകിയ ഭക്ഷണങ്ങൾ, അതായത് കുറേ കാലം വെച്ചുകൊണ്ടിരുന്നിട്ട് അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനം തരിക എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഉണ്ടാക്കി ചൂടോടെ കഴിക്കുന്നത് പോലെ ഫ്രഷായിട്ട് വേറൊന്നുമില്ല. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് വിത്തിൻ 3 hours, നമ്മൾ വേവിച്ച ഫുഡൊക്കെ ആണെങ്കിൽ 3 hours കൊണ്ട് തന്നെ അതായത് സെൽസ് ഡെഡ് ആവാൻ തുടങ്ങും. പിന്നെ നമ്മളത് കേടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് പഴകിയത് കഴിക്കാതിരിക്കുക. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം കംപ്ലീറ്റ്ലി സിസ്റ്റം എല്ലാം താറുമാറാകും, എന്തെങ്കിലും നമുക്ക് ബോഡിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. സോ അതുകൊണ്ട് ഹാവ് ഗുഡ് ഡൈജഷൻ. കുറച്ചൊന്ന് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. നമ്മൾ ഈ പോമോഡോറയിൽ ഈ 5 minutes നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇടയ്ക്കിടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചാടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വീടൊക്കെ വൃത്തിയാക്കുക. അറ്റ്ലീസ്റ്റ് 10-15 വയസ്സായാലും ഇനി അറ്റ്ലീസ്റ്റ് യു ഷുഡ് നോ നിങ്ങളുടെ ബെഡും കാര്യങ്ങളും നിങ്ങളുടെ റൂമൊക്കെ ക്ലീൻ ആയിട്ട് വയ്ക്കുക. നിങ്ങളുടെ ഡ്രസ്സുകൾ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിൽ ഇടാം, കഴുകാം, വിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ ബിറ്റ്വീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിസിക്കൽ എക്സസൈസും ആകും, അതോടൊപ്പം വീട്ടിലും ഒരു ഹെൽപ്പ് ആകും.
സോ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മാക്സിമം ടൈം നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാനും ഈ പ്രോബ്ലം ഉറപ്പായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യാനോ PVQs ചെയ്യാനുള്ള നമ്മളെ മടി ആദ്യം തന്നെ അങ്ങ് ഒഴിവാക്കണം. ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളങ്ങ് ചെയ്തോളും. അപ്പം എടുക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ചെയ്യാൻ തുടങ്ങുക, അറിയാത്തത് നോക്കുക. ഓക്കെ, സോ ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.